ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്രയും ബഹുമാനപ്പെട്ട മോബിനച്ചൻ, സൺഡേ സ്കൂളിന്റെ പ്രവർത്തകരെ, യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ, വനിതാ സമാജം, മർത്തമറിയം സമാജത്തിന്റെ പ്രവർത്തകരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾ, നാം ആദ്യമേ കേട്ടതുപോലെ സോങ് നമ്പർ 4 അത് നമ്മൾ ആലപിക്കുന്നത് ക്രിസ്മസിന്റെ ശുശ്രൂഷയ്ക്കിടയ്ക്കാണ്. നിങ്ങൾ ആ ഗാനം നാട്ടിലായിരുന്നപ്പോഴും ഇവിടെ ആയിരുന്നപ്പോഴും കേട്ടിട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. ശിശുവായി സ്വയമേ വെളിവായി നരവേഷത്തിൽ ജീവിച്ചോ രാജര്യത്തിൻ ശിശുധന്യൻ ആജ്ഞത്താലുലകം വാഴ്വോൻ ആദാമിനെ സംരക്ഷിപ്പാൻ വന്നൊരു നാളിൽ ശിശു പോൽ ചാഞ്ചാടി വചനം നരനുപദേശിച്ചോൻ ശിശു പോൽ മൂകത പോകുന്നു. സ്തുത്യം തത് വിനയം കൃപതൻ ഉന്നതിയെ നീ കൈവിട്ടു മറിയാം നിന്നെ പാഴ്ത്തുണിയിൽ ചുറ്റാൻ തക്ക വിധത്തിൽ നീ നിൻ ശ്രേഷ്ഠതയെ താഴ്ത്തി. ഈ പാട്ടിന്റെ അനുവചന അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് തമ്പുരാന്റെ നിൽപ്പ് എന്ന് പറയുന്നത് വളരെ മുകളിൽ, അതായത് പിതാവാം ദൈവത്തിന്റെയും പുത്രനാം ദൈവത്തിന്റെയും പരിശുദ്ധ റൂഹായാകുന്ന ദൈവത്തിന്റെയും ആ ഒരു അതിന്റെ സാരാംശത്തിൽ നിന്ന്, തന്റെ ഉന്നതിയിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യരായി ജീവിച്ച ഒരു പെരുന്നാൾ, ആ മനുഷ്യരായി ജീവിച്ച ഒരു വലിയ ദിവസമാണ് നമ്മൾ എൽദോ, അതായത് കർത്താവ് തമ്പുരാന്റെ ജനന പെരുന്നാളാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഇങ്ങനെ ഒരു ജനന പെരുന്നാൾ അല്ലെങ്കിൽ ഒരു ജനനത്തിലേക്ക് നയിച്ചത് കർത്താവ് തമ്പുരാന്റെ സ്നേഹമാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഇവിടെ പ്രത്യേകമായിട്ട് ശിശുവായ സ്വയമേ വെളിവായി നരവേഷത്തിൽ ജീവിച്ച ആശ്ചര്യത്തിൻ ശിശു ധന്യൻ, അതായത് ദൈവമേ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവേ നീ ധന്യനാണ് എന്നുള്ളതാണ് ആ ഗീതത്തിൽ പറയുന്നത്. അതിലേക്ക് എത്തിച്ചേരുന്നത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ്. അതിന് വേദശാസ്ത്ര പഠിതാക്കളെല്ലാം പറയുന്നത് കെനോട്ടിക് ക്രിസ്റ്റോളജി എന്നുള്ളതാണ്. അതായത് ക്രിസ്തുശാസ്ത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഗീതത്തെക്കുറിച്ചാണ് അവിടെ ഈ ഗീതം പരാമർശിക്കുന്നത്. കർത്താവ് തമ്പുരാനും അല്ലെങ്കിൽ കർത്താവ് തമ്പുരാന്റെ യഥാർത്ഥ സ്വഭാവ മഹിമയിൽ ജീവിക്കുവാൻ തയ്യാറാകാതെ മനുഷ്യരാശി അതിന്റെ യഥാർത്ഥ മനുഷ്യന്റെ ഉദ്ദേശ ശുദ്ധികൾക്ക് വിപരീതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറവിയെടുത്തത് എന്തിനാണ് എന്നുള്ളതാണ്. അവിടെ ഈ വേദഭാഗത്തിലൂടെ നമ്മൾ അത് കൃത്യമായി മനസ്സിലാക്കുകയാണ്. നമ്മുടെ ആരാധനകൾ, ഓർത്തഡോക്സ് സഭകളുടെ ആരാധനകൾ എപ്പോഴും നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പലപ്പോഴും പടിഞ്ഞാറൻ ചിന്താഗതിയിലും പടിഞ്ഞാറൻ ഭാഗത്തുമാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. വെസ്റ്റേൺ തിയോളജിയുടെയും വെസ്റ്റേൺ വേൾഡിന്റെയും കാഴ്ചപ്പാടിലൂടെ സഭയെ കാണുമ്പോൾ അതൊരു പക്ഷേ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സഭയുടെ ആരാധനാപരമായി കിഴക്കൻ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ താമസിക്കുന്നത് പടിഞ്ഞാറൻ രാജ്യത്വമാണ് എന്നുള്ളതാണ് നമ്മളുടെ ആരാധന ഒരുപക്ഷെ അനുഭവവേദ്യമാകുന്നതിനുള്ള പ്രമുഖമായ തടസ്സം. നമുക്കൊരുപക്ഷെ നമ്മുടെ ഡിഫോൾട്ടായി നമ്മൾ നാട്ടിൽ ജനിച്ച് വളർന്നതുകൊണ്ട് നമുക്കത് ഒരുപക്ഷെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തത്
അവരുടെ ചിന്താമണ്ഡലം എപ്പോഴും പടിഞ്ഞാറിന്റെ രീതിയിൽ കൂടെയാണ് കാണുന്നത്, സഭയെയും കാണുന്നത് എന്നുള്ളതാണ്. അത് ആരുടെ തെറ്റല്ല, നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആക്കപ്പെട്ടതാണ്. ഇവിടെ കർത്താവ് തമ്പുരാൻ തന്റെ ജീവിതത്തിൽ ഉടനീളം ഈ മനുഷ്യവേഷം എടുത്തതിന്റെ കാരണത്തെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്. He who bring in very nature of God did not consider equality with God something to be used to his own advantage. Rather, he made himself nothing by taking the very nature of a servant, being made in human likeness, and being found in appearance as a man, he humbled himself by becoming obedient to death, even death on a cross. അതായത് ദാസവേഷമെടുത്ത് ഈ ദൈവപുത്രൻ മനുഷ്യപുത്രനായി മനുഷ്യരിൽ ഒരുവനായി ജീവിച്ചതിന്റെ അതിന്റെ തുടക്കമാണ് എൽദോ പെരുന്നാൾ എന്ന് പറയുന്നത്. കാരണം സാധാരണക്കാരനായ ഒരു മനുഷ്യനായിട്ടാണ് കർത്താവ് തമ്പുരാൻ ഭൂമിയിൽ ജനിക്കുന്നത്. ആ സാധാരണക്കാരനായി ആത്യന്തികമായി ഒരു കുട്ടിക്ക് ലഭിക്കേണ്ടതായ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ലഭിക്കാതെയാണ് ആ മനുഷ്യൻ തന്റെ പ്രാരംഭ കുട്ടിക്കാലം ആരംഭിച്ചത്. തുടർന്ന് തന്റെ അമ്മയിൽ നിന്ന് ലഭിച്ച ആ വേദപ്രമാണത്തിന്റെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് കർത്താവ് തമ്പുരാൻ മുമ്പോട്ട് പോകുന്നതും തന്റെ ജീവിതത്തിൽ അത് പകർത്തുവാൻ ശ്രമിക്കുന്നതും തന്റെ ജീവിതത്തിൽ വന്നുകൂടുന്ന ഓരോ സംഘടിതമായ മതത്തിന്റെ അന്ധമായ പഠിപ്പിക്കലുകൾക്കെതിരെ വളരെ ഭംഗിയായി അതിനെ പുനർനിർവചനം നടത്തുന്നതും എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ കൃത്യമായിട്ട് തന്നെ പൗലോസ്ലീഹ പറയുകയാണ്, he being in very nature God did not consider equality with God something to be used to his own advantage. Rather, he made himself nothing by taking the very nature of a servant, being made in human likeness, and being found in appearance as a man, he humbled himself by becoming obedient to death, even death on a cross. അതായത് ക്രൂശിലെ മരണത്തോളം സാധാരണ ഒരു മനുഷ്യനായി തന്നെ, എന്നാൽ സംഘടിതമായ മതപ്രസ്ഥാനങ്ങളിലെ അസംഘടിതമായ അല്ലെങ്കിൽ അസംഘടിതരായ ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്കായി ജീവിതം ഒഴുകി വെച്ച ഒരു മനുഷ്യൻ എപ്രകാരമാണ് ജീവിച്ചത് എന്നും അത് ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തമ്പുരാൻ എന്തുകൊണ്ട് നിറവേറ്റി എന്നുള്ളത് ഈ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ എല്ലാം വെളിച്ചത്തിലാണ് ഈ ഗാനങ്ങളെല്ലാം എഴുതപ്പെട്ടത്. ദാസത്തിൽ മനുഷ്യനായി വേഷമെടുത്ത കർത്താവ് തമ്പുരാനെ വരവേൽക്കുന്ന ഒരു പെരുന്നാളാണ് എൽദോ പെരുന്നാൾ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും ആ പുൽത്തൊട്ടിയിലേക്ക് നമ്മൾ ഓരോരുത്തരുമായി കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ ഒരു പറ്റം ആളുകളോ അല്ലെങ്കിൽ ഒരു പറ്റം ഒരു സ്വീകാര്യത അവിടെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് യാതൊരു അറിയിപ്പുകളും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു മേള വാദ്യങ്ങളൊന്നുമില്ലാതെയാണ് കർത്താവ് തമ്പുരാന്റെ ജനനം ഉണ്ടാകുന്നത്. കാരണം പലയിടത്തും കർത്താവ് തമ്പുരാന്റെ പ്രസവ സംരക്ഷണത്തിനായിട്ട് അന്വേഷിച്ചെങ്കിലും അവസാനം ഒരു കാലിത്തൊഴുത്തിലാണ് കർത്താവ് തമ്പുരാൻ ജനനം എടുക്കുന്നത്. കാലിത്തൊഴുത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. നാട്ടില് ഈ കാലിത്തൊഴുത്ത് അല്ലെങ്കിൽ തൊഴുത്ത് എന്ന് പറയുന്ന ഒരു സംതൃപ്തിയുടെ അനുഭവമാണ്. കാരണം ഈ മൃഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ പശുക്കൾ തമ്മിൽ ഒരു വൈരത്തിന്റെയോ ഒരു തമ്മിൽ കലഹത്തിന്റെയോ ഒരു അനുഭവമുള്ള സാഹചര്യമല്ല. അവിടെ എപ്പോഴും ഐക്യത്തിന്റെ ഒരു 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 ചട്ടുകമുണ്ട്. അവിടെ ഐക്യം വിളങ്ങുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും പകൽ കഴിച്ച ഭക്ഷണമെല്ലാം അയവിറക്കുകയും ഈ പശുക്കളുടെ ശ്വാസോച്ഛ്വാസമാണ്
അവർക്ക് കൂടുതൽ കൂടുതൽ ഈ കുഞ്ഞിന്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ തണുപ്പുള്ള സമയത്ത് അവർക്ക് കൂടുതൽ കൂടുതൽ ആ കുഞ്ഞിന് കുളിരിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമെല്ലാം ഉണ്ടാകും. അപ്പം ഇതെല്ലാം ഉണ്ടാകുന്നതിന്റെ ഒരു അടിസ്ഥാനപരമായ ശുശ്രൂഷ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ സാഹചര്യം സാധാരണ ഒരു മനുഷ്യനുണ്ടായ അല്ലെങ്കിൽ സാധാരണക്കാരനായി ജനിച്ച ഒരു മനുഷ്യനിലൂടെ കർത്താവ് തമ്പുരാൻ ജീവിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കർത്താവ് തമ്പുരാൻ തന്റെ ഫാമിലിയുമായി അല്ലെങ്കിൽ അമ്മയപ്പനുമായിട്ട് അഭേദ്യമായ ബന്ധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. യൗസേപ്പ് അങ്ങേ ലാളിപ്പോ എന്ന് പറയുന്ന രണ്ടാമത്തെ ശാൻസ തുടങ്ങുന്ന യൗസേപ്പിനെ ലാളിക്കുവാനായി ഒരു ദൈവ പൈതലായി പുത്രനാം ദൈവം രൂപപ്പെട്ടു എന്നുള്ളതും ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിസന്ധികളിലൂടെ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു തലമുറയെ അതിന് സംതൃപ്തിയെക്കുറിച്ചും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു പരിധി അല്ലെങ്കിൽ ദൈവ സംസർഗമായിരിക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നുള്ളതുമെല്ലാം അവരെ പഠിപ്പിച്ച ഒരു തലമുറയിലാണ് കർത്താവ് തമ്പുരാൻ ജീവിച്ചത്, കർത്താവ് തമ്പുരാൻ ജനിച്ചതും കർത്താവ് തമ്പുരാൻ ജീവിച്ചതും. തീർച്ചയായിട്ടും അടിസ്ഥാനപരമായ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാതിരുന്നിട്ടും തന്റെ മാതാവ് പഠിപ്പിച്ച ന്യായപ്രമാണം ഉരുവിട്ടുകൊണ്ടാണ് കർത്താവ് തമ്പുരാൻ ഉടനീളം ജീവിച്ചതും. തന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഓരോ ഇടങ്ങളിലും നമുക്കെല്ലാം വലിയ നോമ്പുകളെല്ലാം തുടങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അത്ഭുതങ്ങളുടെയും പിറകിൽ കർത്താവ് തമ്പുരാൻ നിലവിലിരുന്ന ആ സാമൂഹ്യപരമായ ഉച്ചനീചത്വങ്ങളെ കുറിച്ച് ദിനം പ്രതി അതിനോട് തർക്കിക്കുകയും അതിനെ മത്സരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. ഒന്നാമത്തെ കാനാവിലെ കല്യാണ വിരുന്നിന് വീഞ്ഞ് പോരാതെ വരുന്ന സാഹചര്യം, അതുപോലെ തന്നെ തൊട്ടടുത്ത ഞായറാഴ്ചകളിലെല്ലാം ഒരിടങ്ങളിൽ കർത്താവ് തമ്പുരാൻ ശാബത്ത് വരെ വെല്ലുവിളിയോടുകൂടെ ശാബത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന് പറഞ്ഞ് കർത്താവ് തമ്പുരാനെ വീണ്ടും കുരിശാരോഹണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം എല്ലാം അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ കർത്താവ് തമ്പുരാൻ ഉടനീളം ഈ ഒരു പാന്താവാണ്. കാരണം യഥാർത്ഥമായി ദൈവം അല്ലെങ്കിൽ പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം എപ്രകാരം നടത്തണം എന്നതിനെ കുറിച്ചാണ് കർത്താവ് തമ്പുരാൻ ഉടനീളം പഠിപ്പിച്ചിരുന്നത്. ശാബത്ത് എന്ന് പറയുന്നത് അത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാകണം എന്നുള്ളത്, മനുഷ്യനെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാകണമെന്ന് പഠിപ്പിക്കുവാൻ കർത്താവ് തമ്പുരാൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന സാഹചര്യം എല്ലാം ഉണ്ടാകുന്നുണ്ട്. വരണ്ട കൈയുള്ള മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോൾ കർത്താവ് തമ്പുരാൻ സുഖപ്പെടുത്തുന്നത് ശാബത്തിന്റെ അനുഭവത്തിലാണ്. തീർച്ചയായിട്ടും അന്ന് യഹൂദന്മാരുടെ പ്രമാണിമാരെല്ലാം പറഞ്ഞു ശാബത്തിൽ ഒന്നും ചെയ്യരുത്, അന്ന് വിശ്രമിക്കണം. തീർച്ചയായിട്ടും അത് വിശ്രമിക്കേണ്ട ദിവസങ്ങളാണ്. തീർച്ചയായിട്ടും കർത്താവ് തമ്പുരാൻ പറഞ്ഞു ശാബത്തിന്റെ അർത്ഥം അത് മാത്രമല്ല, ഒരു വിശ്രമത്തിന്റെ അർത്ഥമല്ല, അതായത് 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷമുള്ള അതൊരു വിശ്രമത്തിന്റെ അവസ്ഥയല്ല, അതൊരു വിടുതലിന്റെ, ശാപങ്ങളിൽ നിന്നുള്ള വിടുതലിന്റെ അനുഭവത്തിലും കൂടെ ആയിരിക്കണം ഈ ശാബത്ത് എന്ന് പറയുന്നത്. അത് എന്നുള്ള അർത്ഥത്തിൽ കർത്താവ് തമ്പുരാൻ അവയെ നിർവചീകരിക്കുക. തീർച്ചയായിട്ടും ആ ഒരു അനുഭവത്തിലേക്കാണ്, രക്ഷയുടെ അനുഭവത്തിലേക്കാണ് നമ്മെ കർത്താവ് തമ്പുരാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഉടനീളങ്ങളിൽ കർത്താവ് തമ്പുരാന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കർത്താവ് തമ്പുരാൻ ചെയ്യുന്നതും ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. കർത്താവ് തമ്പുരാൻ ഓരോരുത്തരെയും നേടുന്നതും ഇതേ അനുഭവത്തിലൂടെയാണ്. സഹജമായ മനുഷ്യനുണ്ടാകുന്ന പ്രതിസന്ധികളാണെന്നും ഓരോ തെറ്റുകളും മനുഷ്യനുണ്ടാകുന്ന പ്രതിസന്ധികളാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ മനസ്സിലാക്കിപ്പിക്കുവാൻ കർത്താവ് തമ്പുരാൻ യഥാർത്ഥമായി തയ്യാറാവുകയാണ്. സക്കായിയെ നേടുന്നതിലൂടെയെല്ലാം കർത്താവ് തമ്പുരാൻ ഈ ഒരു അർത്ഥത്തിലാണ് സ്വാഭാവികമായിട്ടും തെറ്റുകൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യനെ അവന്റെ യാത്രകളെ കുറിച്ചും അവന്റെ നീക്കങ്ങളെ കുറിച്ചും വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് തമ്പുരാൻ അവനോട് സംവദിക്കുകയും ആ സംവദനം ഒരുപക്ഷെ അവന്റെ ജീവിതത്തിലെ വളരെ കെൽപ്പുള്ളവനായി കർത്താവ് തമ്പുരാനെ പിന്തുടരുന്നതിന് വേണ്ടി
അവൻ തയ്യാറാകുന്നതും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. തീർച്ചയായിട്ടും യാത്രയിൽ ഉടനീളം സക്കായി ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സക്കായിയെ നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അന്ന് ആ ദിവസത്തോടു കൂടെ സക്കായിയെ കർത്താവ് തമ്പുരാൻ നേടുകയാണ്. കർത്താവ് തമ്പുരാന്റെ അടുക്കൽ വരുന്ന ഓരോരുത്തരെയും കർത്താവ് തമ്പുരാൻ നേടിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്ന സംഗതിയാണ്. കർത്താവ് തമ്പുരാനുമായി ബന്ധപ്പെട്ട ആളുകളാണ് സുവിശേഷങ്ങളിൽ പൂർണ്ണമായിട്ടും നിഴലിച്ചിരുന്നത്. അത് വളരെ പ്രഗത്ഭകരമായി അത് എഴുതി ചേർത്താണ് സുവിശേഷകരമായി നമ്മൾ എല്ലാം മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും ആദ്യത്തെ സുവിശേഷം അറിയിച്ചതും അട്ടിടയന്മാരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അത്യുന്നതങ്ങളും ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ളതാണ് ആ മാലാഖ അല്ലെങ്കിൽ ദൈവദൂതൻ വന്ന് ആട്ടിടയന്മാരോട് അവിടെ പറയുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ആട്ടിടയന്മാരുടെ ചിന്ത അല്ലെങ്കിൽ ആട്ടിടയന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് ആടുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വേറെ ഒന്നും ആടുകളെ സംരക്ഷിക്കുക, അവരുടെ ക്ഷേമത്തിനായി ജീവിക്കുക എന്നുള്ളതാണ് ആട്ടിടയന്മാർ ഉടനീളം അവരുടെ ജീവിതത്തിൽ ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഈ കാലങ്ങളായി പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ആ ദൈവം ഞങ്ങളെ മറ്റ് ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നവരായ ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞങ്ങൾ മശിഹ എന്ന് യെശയ്യാ പ്രവാചകത്തിൽ പറഞ്ഞിരുന്നു. മശിഹായുടെ കാലഘട്ടം, മശിഹായുടെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ മശിഹായുടെ വരവോടുകൂടെ മറ്റുള്ള എല്ലാവിധമായ ചങ്ങലകളിൽ നിന്നും ഞങ്ങൾ പൊട്ടിച്ച് അത് വലിയൊരു രാജ്യമായി ഞങ്ങൾ മാറുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ എപ്പോഴും യഹൂദ ജനത്തിനുണ്ടായിരുന്നു. ആ ജനത്തിന്റെ പ്രത്യാശ കാലങ്ങളോളം കഴിഞ്ഞപ്പോൾ, വർഷങ്ങളോളം കഴിഞ്ഞ് ഗ്രീക്ക് അല്ലെങ്കിൽ ഹെലനിസ്റ്റിക് കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് മെസായ എന്ന് പറയുന്ന ആ ഒരു ദൈവ പരിവേഷം അത് ക്രിസ്തുവിൽ ദ അനോയിന്റഡ് വൺ, ദ ക്രിസ്റ്റോസ് ആയി അത് മാറുകയാണ് ഗ്രീക്കിൽ. തീർച്ചയായിട്ടും ദൈവ പരിവർത്തനത്തിന് വേണ്ടി ദൈവത്തിന്റെ ഇടപെടലുകൾ യേശുക്രിസ്തുവിലൂടെ യഹോവയാൻ ദൈവം അല്ലെങ്കിൽ പിതാവായ ദൈവം തന്റെ പുത്രൻ മനുഷ്യവേഷമെടുത്ത് മനുഷ്യനായി ജീവിച്ച ഒരു ജീവിത കാലഘട്ടത്തിൽ ആയിത്തീർന്നു അല്ലെങ്കിൽ ജീവിത കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നത് പരിശുദ്ധരായ പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്. തീർച്ചയായിട്ടും ദാസത്തിൽ വേഷത്തിൽ മനുഷ്യനായി ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ മാറ്റപ്പെട്ട ക്രിസ്തു തമ്പുരാനാണ് നമ്മുടെ രക്ഷയ്ക്കായി പിറന്നത് എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. തീർച്ചയായിട്ടും ഈ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ജനനം, ചലാകർമ്മം, മാമോദീസയാണ് കൂടുതലായി നമ്മൾ ജനുവരി 6-ാം തീയതി ഭംഗിയായി കൊണ്ടാടുന്നത്. ഇതെല്ലാം തന്നെ ക്രിസ്തു നമ്മളിൽ ഒരാളായി ജീവിക്കുകയും നമ്മളിൽ ഒരാളായി തന്റെ ജീവിതം നമുക്കായി വേർതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ക്രിസ്മസും ഈ ന്യൂ ഇയറും എല്ലാം തന്നെ നമുക്ക് ക്രിസ്തുവിന്റെ അനുകാരികളായി തീരുന്നതിന് വേണ്ടിയുള്ള മുഖാന്തരങ്ങളായി തീരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് ഇന്നേ ദിവസം എന്നെ ക്ഷണിച്ച അച്ഛനോടും ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളോടും എല്ലാ വിധമായ നന്ദിയും സ്നേഹവും തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മാത്രം.